ഇപ്പോൾ റീ റിലീസ് സിനിമകളുടെ കാലഘട്ടമാണ്. മോഹൻലാൽ സിനിമകളുടെ റെക്കോർഡുകൾ മോഹൻലാൽ തന്നെ തിരുത്തി കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ റീ റിലീസ് സിനിമകളിലും സംഭവിക്കുന്നത്. ഇതുവരെയായിട്ടും മോഹൻലാലിന്റെ 5 സിനിമകളാണ് റീ റിലീസ് ആയിട്ട് വന്നത്. അപ്പോൾ ട്രാക്കേഴ്സിന്റെ കണക്കനുസരിച്ച് ഓരോ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഞാനിപ്പോൾ പറയാം. ലാലേട്ടന്റെ ഫസ്റ്റ് റിലീസായ റീ റിലീസ് സിനിമ എന്ന് പറയുന്നത് സ്ഫടികമായിരുന്നു. അന്ന് അത് കളക്ട് ചെയ്തത് വേൾഡ് വൈഡ് ആയിട്ട് 4.94 കോടിയായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് വന്നതാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് അന്ന് കളക്ട് ചെയ്തത് 4.64 കോടിയാണ്. പിന്നെ വന്നതാണ് മൂന്നാമത് വന്നതാണ് ദേവദൂതൻ. ദേവദൂതൻ ഏകദേശം 5.4 കോടിയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. പിന്നീട് വന്നതാണ് നമുക്കറിയാവുന്ന പോലെ ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈ 4.31 കോടിയാണ് കളക്ട് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ രാവണപ്രഭു ഒരാഴ്ച കൊണ്ട് തന്നെ 3.9 കോടി കളക്ട് ചെയ്ത് എന്നാണ് ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ട്. ഇനി ലാലേട്ടന്റെ അടുത്തതായി റീ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഗുരുവും അതുപോലെ ഉസ്താദുമാണ്. അതുപോലെ തന്നെ തേന്മാവിൻ കൊമ്പത്ത്, നരൻ, 2020, ആറാം തമ്പുരാൻ, നരസിംഹം എന്നിവയൊക്കെ വരും എന്നൊരു റൂമേഴ്സ് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.